എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ 3 രാജ്യങ്ങൾ ചേർന്നിട്ട് ഒരു പുതിയ സൈനിക ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. അപ്പോൾ ഈ ഉടമ്പടിയിൽ എന്താണ് പറയുന്നത്? അതായത് ഏതെങ്കിലും ഒരു രാജ്യം ഈ 3 രാജ്യങ്ങൾ ആരെങ്കിലും ഒരാളെ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് ആ ആക്രമണം ഈ രാജ്യങ്ങൾക്കെതിരെയുള്ള ആക്രമണമായി കണക്കാക്കി ഇവർ 3 പേരും ഒരുമിച്ചിട്ട് ആ രാജ്യത്തെ തിരിച്ചാക്രമിക്കുമെന്ന്. അപ്പോൾ ഈ ഉടമ്പടിയുടെ പേര് അറബ് നാറ്റോ എന്നും പറയുന്നുണ്ട്, മുസ്ലിം നാറ്റോ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം 2 വർഷം മുന്നേ തന്നെ പാകിസ്ഥാനും സൗദിയും തമ്മിൽ സമാനമായ ഒരു ഉടമ്പടി ഒപ്പുവെച്ചിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ സൗദി ഒരിക്കലും ഇടപെടില്ല എന്ന്. അപ്പോൾ സമാനമായ കണ്ടീഷനും ഈ 3 രാജ്യങ്ങൾ ഇന്നലെ ഒപ്പുവെച്ച ഉടമ്പടിയിലും ഉണ്ട്. പാകിസ്ഥാൻ എന്ത് വിഷയം ഉണ്ടായാലും സൗദി ഇടപെടില്ല എന്ന്. അത് വ്യക്തമായ കാരണമുണ്ട്. സൗദിക്ക് സൗദിയുടേതായ കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക കഴിഞ്ഞ കുറച്ച് ഇറാൻ യുദ്ധത്തിന് ശേഷം സൗദി ആയിട്ടുള്ള ഓയിൽ ട്രേഡിങ്ങിനെ ഗ്രാജുവലി കുറച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ അമേരിക്ക മറുവശത്ത് വെനസ്വേലൻ എണ്ണ ചെറിയ പൈസക്ക് വാങ്ങുന്നു. അതായത് വെനസ്വേലയായിട്ട് എണ്ണ നല്ല രീതിയിൽ വെനസ്വേലയായിട്ട് അമേരിക്കക്ക് ട്രേഡിംഗ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെനസ്വേലൻ്റെ എണ്ണ അമേരിക്ക വിൽക്കുന്ന അമേരിക്കയുടെ ട്രഷറി വഴിയാണ്, ഡോളറിലാണ് ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമേരിക്കൻ ട്രഷറിയിൽ പൈസ അടച്ചിട്ട് വേണം ഈ മറ്റു രാജ്യങ്ങൾക്ക് വെനസ്വേലൻ എണ്ണ വാങ്ങാൻ ആ എണ്ണ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ വെനസ്വേലൻ്റെ കയ്യിൽ നിന്ന് ചെറിയ പൈസക്ക് വാങ്ങും, അമേരിക്ക അത് വലിയ പൈസക്ക് വിൽക്കും. അപ്പോൾ വെനസ്വേലക്ക് കുറച്ച് പൈസ തിരിച്ചു കൊടുത്താൽ മതി. അതായത് ബില്യൺ കണക്കിനാണ് അമേരിക്ക വെനസ്വേല എണ്ണ വിൽക്കുന്നത്. പക്ഷേ മില്യനായിട്ട് തിരിച്ചു കൊടുക്കും ഇവർക്ക്, വെനസ്വേലയ്ക്ക്. അപ്പോൾ വലിയ രീതിയിലുള്ള ലാഭമാണ് അമേരിക്കക്ക് അവിടെ നിന്ന് ഉണ്ടാകുന്നത്. നേരെ മറിച്ച് സൗദിയുടെ എണ്ണയുണ്ടല്ലോ, സൗദി മാർക്കറ്റിലുള്ള അതിൻ്റെ വാല്യൂ അനുസരിച്ചാണ്, അന്നന്ന് ഉണ്ടാകുന്ന വാല്യൂ അനുസരിച്ചാണ് സൗദി അമേരിക്കയും ട്രേഡ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല ഈ ഡോളറിലല്ല ചെയ്യുന്നത്, അമേരിക്കൻ ട്രഷറി വഴിയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് സെപ്റ്റംബർ 6-ാം തീയതിയോടുകൂടി അമേരിക്ക സൗദി ആയിട്ടുള്ള എല്ലാ ഓയിൽ ട്രേഡും അവസാനിപ്പിക്കാൻ പോവുകയാണ്. കംപ്ലീറ്റ്ലി അല്ല, പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതിന് പിന്നിൽ അമേരിക്കക്ക് എന്തൊക്കെയോ അവർക്ക് അവരുടേതായ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഈ യുദ്ധം കാരണം, ഇറാനായിട്ടുള്ള യുദ്ധം കാരണം ഈ ഓയിൽ ട്രാൻസ്പോർട്ടിംഗ് ഫെസിലിറ്റി പൂർണ്ണമായിട്ടും പല രീതിയിൽ ഇപ്പം പ്രശ്നമാണ്. ഇപ്പോൾ ഹോർമുസ് കടലിന് ഇറാൻ വിഷയത്തിലൊക്കെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അവിടെ ഹൂത്തികൾ ആ ഏരിയയിലുള്ള ഓയിൽ ട്രേഡിന് ട്രാൻസ്പോർട്ടേഷനൊക്കെ പ്രശ്നം വരുന്നു. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്ത് ഭാവിയിലും ഇനിയും ഈ ഏരിയയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കണക്കെടുത്തുകൊണ്ട് തന്നെയാണ് അമേരിക്ക സൗദി ആയിട്ടുള്ള എണ്ണയുടെ ട്രേഡിങ് ഫുള്ള് നിലച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അവസരത്തിൽ അമേരിക്ക പൂർണ്ണമായും കൈവിട്ട സ്ഥിതിക്ക് സൗദിക്ക് ഇനി ഓയിൽ ട്രേഡ് നടത്താൻ വേണ്ടിയിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ഒന്ന് ചൈനയാണ്, ഒന്ന് ഇന്ത്യയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എന്താ പറയേണ്ടത്, ഈ ഒരു സൈനിക ഉടമ്പടിയിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഷയം വന്നു കഴിഞ്ഞാൽ സൗദി ഇടപെടില്ല എന്ന് സൗദി പറയുന്നത്. ശരിക്കും സൗദി ഇപ്പോൾ പെട്ടിരിക്കുകയാണ്. അതായത് ഏറ്റവും കൂടുതൽ ഓയിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ട്രേഡ് നടത്തുന്ന അമേരിക്ക തന്നെയാണ്. അപ്പോൾ അമേരിക്ക പോയി കഴിഞ്ഞാൽ ഇന്ത്യ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും? അതായത് സൗദിയിൽ നിന്ന് ഇനി വലിയ രീതിയിൽ ഓയിൽ ഇറക്കുമതി ചെയ്യുമോ? അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ റഷ്യയായിട്ട് ട്രേഡ് ഡീൽ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലെ പ്രശ്നങ്ങൾ സൗദിക്ക് ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അതിനിടയിൽ ഇന്ത്യയെ വെറുപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട്, അതായത് ഇന്ത്യയായിട്ട് നേരിട്ടുള്ളൊരു ഏറ്റുമുട്ടലിന് സൗദി ഒരിക്കലും തയ്യാറാവില്ല. അപ്പോൾ ഈ ഉടമ്പടി ഒപ്പുവെച്ചതിന് ശേഷം പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ താമസിക്കുന്ന സുഡാപ്പികളൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കുകയാണ്. അതായത് ഇനി എന്തെങ്കിലും ഇന്ത്യ പാകിസ്ഥാനെ കയറി ചൊറിഞ്ഞു കഴിഞ്ഞാൽ, അത് ഓപ്പറേഷൻ സിന്ദൂരുമായുള്ള അഭ്യാസമായിട്ട് വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ പണി തിരിച്ചു കൊടുക്കും, ഈ 3 രാജ്യങ്ങളൊക്കെ ചേർന്ന് തിരിച്ചു കൊടുക്കുമെന്നാണ് ഈ ഗൾഫിലെ സുഡാപ്പികളൊക്കെ പറയുന്നത്. പക്ഷേ അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. സൗദി ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഇന്ത്യ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ചൈനയെക്കാട്ടും വലിയ മാർക്കറ്റ് ആവാൻ പോവുകയാണ് ഇന്ത്യ. അപ്പോൾ അമേരിക്ക പൂർണ്ണമായി കൈയൊഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ സൗദിയുടെ കാര്യം കട്ടപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യ റഷ്യയായിട്ട് ഓയിൽ ട്രേഡ് കുറച്ചിട്ട് സൗദിയായിട്ട് അടുത്തില്ലെങ്കിൽ, അപ്പോൾ ചൈനയാണെങ്കിലും സൗദിയായിട്ട് ഏത് രീതിയിലുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ സൗദി അറേബ്യ എന്ന് വെച്ചാൽ അമേരിക്കയുടെ അമേരിക്കയുടെ റിമോട്ട് കൺട്രോൾ ഭരിക്കുന്ന ഒരു രാജ്യമാണ് ഈ സൗദി അറേബ്യ എന്ന്. അപ്പോൾ എന്ത് തന്നെയാലും ഭാവിയിൽ ജിയോ പൊളിറ്റിക്സിൽ ഈ ഒരു അമേരിക്കയുടെ മൂവ് വലിയ രീതിയിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിനിടയിലാണ് ഒരു സുപ്രീമസി എന്ന രീതിയിൽ ഈ മേഖലയിൽ ഒരു സുപ്രീമസിക്ക് വേണ്ടിയിട്ട് ഈ ഒരു കരാറിൽ ഒപ്പുവെക്കുന്നത്. അപ്പോൾ ഇതിൽ തുർക്കിയിൽ വന്നു കഴിഞ്ഞാൽ ആർക്കൊക്കെയാണ് ഗുണം? അതായത് തുർക്കി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്നത് സൗദി അറേബ്യക്കാണ്. ഓഫ്കോഴ്സ് സൗദി അറേബ്യക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദി അറേബ്യയാണ് ഒരു യുദ്ധമുഖത്തിൽ 24 hours 365 days ഇപ്പോൾ യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരേ ഒരു രാജ്യം സൗദിയാണ്. അപ്പോൾ ആ സൗദി, അതായത് നമ്മുടെ ഹൂത്തികളൊക്കെ ആയിട്ട് നിരന്തരം എല്ലാ ദിവസവും അവിടെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ സൗദിയെ തന്നെ വിഴുങ്ങുന്ന രീതിയിൽ ഇവന്മാർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് പണിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ആണവോർജ്ജം കയ്യിലുള്ള ഒരു മുസ്ലിം രാഷ്ട്രമാണ് ഈ പാകിസ്ഥാൻ. അപ്പോൾ ആണവോർജ്ജം കയ്യിലുള്ള അത്യാവശ്യം സൈനിക ശേഷിയുള്ള രാജ്യമാണ് കേട്ടോ പാകിസ്ഥാൻ. അപ്പോൾ അത്തരത്തിലൊരു രാജ്യം നമ്മുടെ
സൗദിയുടെ കൂടെ വരുന്നു. നേരെ മറിച്ച് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം തുർക്കി വലിയ രീതിയിൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് വലിയ രീതിയിൽ ഡ്രോണുകളും ആയുധങ്ങളൊക്കെ ഇപ്പോൾ അന്താരാഷ്ട്ര വെപ്പൺ മാർക്കറ്റിൽ ഇങ്ങനെ ചൂട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഉണ്ട്, അവർ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇത് വരുമ്പോഴുണ്ടല്ലോ തുർക്കിക്കും നല്ല രീതിയിൽ ഗുണം ചെയ്യും. അതായത് സൗദിയെ കൊണ്ട് ഒരുപാട് ഇവർ ഉണ്ടാക്കിയെടുക്കുന്ന ആയുധങ്ങൾ വാങ്ങിപ്പിക്കാൻ തുർക്കിക്ക് പറ്റും. അപ്പോൾ തുർക്കിക്കും നല്ലതാണ്, സൗദിക്കും നല്ലതാണ്. പാകിസ്ഥാനെ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനും ഈ ജിയോ പൊളിറ്റിക്സിൽ ഒരു അപ്പർ ഹാൻഡ് വന്നു എന്ന് മറ്റ് രാജ്യങ്ങളിൽ തോന്നിപ്പിക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ തുർക്കിയും ഇതൊക്കെ നമ്മളൊക്കെ ചേർന്നിട്ട് എന്തോ വലിയ സംഭവമാണെന്നില്ലേ മറ്റുള്ളവരെ കാണിക്കാൻ പാകിസ്ഥാന് പറ്റും. ഇതാണ് ഇതുകൊണ്ട് ഈ ഒരു സൈനിക ഉടമ്പടി കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്. നേരത്തെ തന്നെ ഈ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പാകിസ്ഥാൻ ആയുധം കൊടുത്ത് കൈയയച്ച് സഹായിച്ചതാരാണ്? തുർക്കിയാണ്. അതായത് തുർക്കിയുടെ പ്രസിഡന്റായ എർദോഗൻ്റെ മകളുടെ ഭർത്താവിൻ്റെ കമ്പനി നിർമ്മിക്കുന്ന ഡ്രോണുകളാണ്. ഏകദേശം 10,000-ഓളം ഡ്രോണുകളാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ തുർക്കി പാകിസ്ഥാന് കൊടുത്തത്, ബൈറക്തർ ഡ്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ വേറെ കാര്യം ഇന്ത്യ കാണിച്ചു കൊടുത്തു. ഈ ഡ്രോണുകൾക്കൊക്കെ കളിപ്പാട്ടങ്ങളുടെ വില മാത്രമേ ഉള്ളൂ എന്ന് ഇന്ത്യ കാണിച്ചു കൊടുത്തു. അതായത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പല ആയുധങ്ങളും കൊണ്ട് ഈ ഡ്രോണുകളൊക്കെ അടിച്ചിട്ട കാര്യം അത് വേറെ വിഷയം. അപ്പോൾ എന്ത് തന്നെയായാലും ഈ ജിയോ പൊളിറ്റിക്സിൽ ഇപ്പോൾ സൗദി പെട്ടിരിക്കുകയാണ്. അതായത് സൗദിയെ വലിയൊരു ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്കാണ് സൗദി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അമേരിക്ക തന്നെ അവരുടെ എണ്ണയുടെ 70%, 60-70% വരെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയാണ്. ആ അമേരിക്ക ഒരു സുപ്രഭാതത്തിൽ അടുത്ത മാസം ഗ്രാജുവലി അവർ നേരത്തെ ഇങ്ങനെ ട്രേഡ് കുറച്ച് വന്നു. പക്ഷേ അടുത്ത മാസം 6-ാം തീയതിയോടുകൂടി പൂർണ്ണമായി അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് ഈ തുർക്കിയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ നേരിടുന്നില്ല, നമ്മൾ വലിയ ശക്തി ആർജിക്കാൻ പോകുക എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടില്ലേ ആ ഒരു തത്രപ്പാടിലാണ്. ഇത് എട്ടുപിടിയെന്ന് വെച്ചിട്ട് ഇത്തരത്തിൽ സൗദി അറേബ്യയിലെ മക്കയിൽ വെച്ചിട്ട് തന്നെ, അവരുടെ പുണ്യനഗരമായ മക്കയിൽ വെച്ചിട്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഉടമ്പടി സൈൻ ചെയ്തേ. അപ്പോൾ ഗൾഫിലേക്ക് സുഡാപ്പികളൊക്കെ വലിയ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആഘോഷം തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഇനി ഇവരെ കൂടെ ആര് വന്നു കഴിഞ്ഞാലും ഇന്ത്യക്കൊരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ഇനി എന്തായാലും സൗദിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആർമി പോലും ഇല്ല. അതായത് അവർക്ക് ആർക്കും എന്തെങ്കിലും ഉണ്ടോ? അതായത് ഈ പാകിസ്ഥാൻ അവർക്ക് സഹായിക്കാൻ പറ്റും, പൈസ കൊടുത്ത് സഹായിക്കാൻ പറ്റും എന്നല്ലാണ്ട് വേറെ സൈനികമായ രീതിയിലോ എന്തെങ്കിലും ആൾബലമായോ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അവർക്ക് എന്താ പറയണ്ട, അവർക്ക് വേറെ എന്തെങ്കിലും ഭൗതിക തലത്തിലുള്ള ഹെൽപ്പ് പോലും ചെയ്യാൻ പറ്റാത്തൊരു രാജ്യമാണ് ഈ സൗദി എന്ന് പറഞ്ഞത്. അവരുടെ കയ്യിൽ കുറേ കാശുണ്ട്, എണ്ണ കാരണം കുറേ കാശുണ്ട്, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ബാക്കി അവർക്കൊന്നും ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവർ ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ കിടന്ന് ഇങ്ങനെ ആകെ ഇങ്ങനെ മലയാളികളൊക്കെ, പ്രത്യേകിച്ച് ഓരോ മലയാളികളൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് നമുക്കറിയാം. ഈ ഓപ്പറേഷൻ പെഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്തൊക്കെ അവിടെ മുഹമ്മദ് സനൂഫ് എന്ന് പറയുന്ന ഒരു സുഡാപ്പി കഴിഞ്ഞ ദിവസം എന്നെ അറസ്റ്റ് ചെയ്തില്ലേ, ഇപ്പോൾ ഏത് ജയിലിലെന്ന് പോലും അറിയില്ല. അതായത് എൻ്റെ സഹോദരങ്ങൾ ഇവിടെ വന്നിട്ട് ഇന്ത്യ പിടിച്ചെടുക്കുന്ന ഒരു ദിവസം വരും, അതിനായി നമ്മൾ കാത്തിരിക്കുകയാണ്, നമ്മളെന്താ പറയുക ചിലപ്പോൾ അന്ന് ജീവിച്ചിരിപ്പുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയയിൽ ചന്ദ്രഹാസം മുഴക്കിയ മുഹമ്മദ് സനൂഫ് എന്ന് പറയുന്ന സുഡാപ്പി കഴിഞ്ഞ ദിവസമാണ് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ തന്നെയാണ് വലിയ രീതിയിൽ കിടന്ന് ചന്ദ്രഹാസം മുഴക്കുന്നത്. ഈ ഒരു ഉടമ്പടി 3 രാജ്യങ്ങളും ഒപ്പുവെച്ച് ഉടമ്പടി കാണിച്ചിട്ട് വലിയ രീതിയിൽ അങ്ങ് പറയുകയാണ് ഇന്ത്യ അങ്ങ് ഒലത്തിക്കളയെന്ന്. ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ഈ തുർക്കിയുടെ ആയുധങ്ങൾക്കൊന്നും ഒരു വിലയിലെ കളിപ്പാട്ടങ്ങളുടെ വില മാത്രമേ ഉള്ളൂ എന്ന് ഇന്ത്യ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ ഇതിന് എന്താ പറയുക, ഇനി അധികമൊന്നും ഇന്ത്യക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തിന് ചൈന കൊടുത്ത അമേരിക്കയുടെ F-35 പോലും 5ഓളം F-35ഉം ചൈനയുടെ F-11 പോലുള്ള വിമാനങ്ങളൊക്കെ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ അടിച്ചിട്ടാണ്. ഒരു സാധനം പോലും തുർക്കി നിർമ്മിച്ചു കൊടുത്ത പാകിസ്ഥാൻ്റെ ഒരു ഡ്രോൺ പോലും നമ്മുടെ ഭൂമിയിൽ തൊട്ടിട്ടില്ല. അതായത് കളിപ്പാട്ടങ്ങളുടെ വില മാത്രമേ ഇവന്മാരുടെ ആയുധങ്ങൾക്കുള്ളൂ എന്ന് ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുക്കുക മാത്രമല്ല, ഇതേ കണ്ടോ നമ്മൾ ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത ആയുധങ്ങൾക്ക് ഇത്രയും പവർ ഉണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ സംഭവമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. അപ്പോൾ എന്ത് തന്നെയാലും ഈ 3 രാജ്യങ്ങളും ചേർന്ന് കഴിഞ്ഞാൽ ഇന്ത്യ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ഇത് ആത്യന്തികമായിട്ട് കൂടുതൽ ഡാമേജ് ഉണ്ടാകാൻ പോകുന്നത് വരും ദിവസങ്ങളിൽ വലിയ രീതിയിൽ ക്ഷയം സംഭവിക്കാൻ പോകുന്നത് സൗദി അറേബ്യയ്ക്ക് ആണെന്നുള്ള കാര്യത്തിൽ ഓരോ സംശയമില്ല. അപ്പോൾ അന്നം തരുന്ന നാട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള, അതായത് നമ്മുടെ രാജ്യത്തിനെതിരെ ഇടുന്ന ഇത്തരം കമൻറ്റുകൾ ഇടുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങുമ്പം എണ്ണയെ തൂക്കിക്കൊണ്ടുപോകുന്നതിൻ്റെ കാര്യത്തിൽ ഒരു സംശയമില്ല. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.